ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈബർ കിഡ്. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആയിട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ക്വിക്ക് റിവ്യൂ ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് അന്വേഷണം നടക്കുന്നവർക്ക് ഇതൊരു പെർഫെക്റ്റ് ചോയ്സ് ആണ്. കാരണം നമ്മൾ സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഐ വാച്ച് തന്നെയാണ്. അപ്പോൾ ഒരു ഐ വാച്ചിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ അതേ ഒരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ അതേപോലെ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി സ്മാർട്ട് വാച്ച് തന്നെയാണ് ഇത്. വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിലേക്ക് കിടക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യാൻ നോർമലി ആമസോണിൽ നിന്ന് കിട്ടുന്ന പോലെ ഒരു ജസ്റ്റ് ബോക്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോക്ക്ഡൗൺ ആയ കാരണം ഞാൻ മാർച്ച് 22 എനിക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇന്നിപ്പോൾ ഡേറ്റ് ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. അൺബോക്സ് ചെയ്യാം. എന്തൊക്കെ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗിഫ്റ്റ് മോഡൽ എന്തൊക്കെ ഉണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. ഞാൻ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിയതാണ്. എൻ്റെ ഫ്രണ്ടിനല്ല, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ വന്ന സമയം നോക്കുമ്പോൾ ഏകദേശം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞാണ് സാധനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാനേ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആമസോണിൻ്റെ ഗിഫ്റ്റ് പാക്കേജിംഗ് ആണ്. അതായത് നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലൊരു ഒരു ഗിഫ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു നമ്മൾ എങ്ങനെയാണ് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് നമുക്ക് അവരത് അയച്ചു തരിക. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഗിഫ്റ്റ് പാക്കേജിങ്ങിലാണ്. ഇപ്പോൾ ഗിഫ്റ്റ് പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും, വളരെയധികം ക്ലീൻ നീറ്റായിട്ടാണ്. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു റിട്ടേൺ ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് മെസ്സേജ് അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഭാഗത്ത് എനിക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ഫുള്ളായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന മെസ്സേജ് അവിടെ കറക്റ്റ് വന്നിട്ടില്ല. ഒരു ക്വാർട്ടർ ഭാഗം മാത്രമേ അതിൻ്റെ വന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും ഇവിടെ വന്നിട്ടില്ല. അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് എനിക്കിത് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, പാക്കേജിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് കൂടെ നന്നായിരുന്നെങ്കിൽ ഞാൻ ഇതിന് ഒരു റേറ്റിംഗ് കൊടുത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെയധികം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. വലിയ കാര്യമായിട്ടുള്ള കെട്ടും പൊട്ടൊന്നുമില്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒരു മിനിമൽ സെറ്റപ്പിലാണ് നമുക്ക് ഇതൊരു പാക്കിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ആവശ്യമില്ലാതൊന്നും വലിച്ചു വരെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ ഡിവൈസിൻ്റെ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളർ ഫിറ്റ് പ്രോ 2 എന്ന ഒരു ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ഈ ഒരു നോയ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആ ഒരു മിനിമൽ സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി സൈഡ് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ IP68 വാട്ടർ പ്രൂഫാണ് ഈ ഒരു ഡിവൈസ്, ഞാൻ പറയാൻ മറന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു സ്മാർട്ട് വാച്ചാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. വാവ്, വളരെയധികം സ്റ്റാൻഡേർഡ് തന്നെ പറയാം. അടിപൊളിയായിട്ടാണ് പാക്കിങ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്ലാസ്റ്റിക് കേസിംഗ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്യാം. വാവ്, കൂൾ. വളരെയധികം സ്റ്റാൻഡേർഡ് തന്നെ പറയേണ്ടി വരും. അടിപൊളിയാണ് കൊടുത്തത്. നമുക്ക് ഒറ്റടി കണ്ടാൽ ജസ്റ്റ് ഒരു ആപ്പിൾ വാച്ചിൻ്റെ അതേ ലുക്കാണ് ഈ ഒരു ഡിവൈസിന് വന്നിട്ടുള്ളത്. നമുക്ക് ഡിവൈസ് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് വേറെ എന്തൊക്കെയാണ് ഈ ബോക്സിൽ നോക്കാം. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കേസിങ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അത് കൂടാതെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാറണ്ടി കാർഡ് അതുപോലെ തന്നെ യൂസർ മാനുവലൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഒരു ബുക്ക്ലെറ്റാണ്. ഓക്കെ, ഇത് നമ്മുടെ യൂസർ മാനുവലാണ്. ഇതിൽ നമുക്ക് നോയ്സ് കളർ ഫിറ്റ് പ്രോ 2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നീണ്ട ഒരു യൂസർ മാനുവൽ തന്നെയാണ് ഗൈസ്.
ഇതിൽ നമുക്ക് ചാർജിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷനും ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ അല്ലെങ്കിൽ ചാർജിങ് കേബിളാണ്. അഡാപ്റ്റർ നമുക്ക് തന്നിട്ടില്ല. അഡാപ്റ്റർ നമ്മൾ നോർമൽ ഒരു ചാർജിങ് കേബിൾ അല്ലെങ്കിൽ ചാർജിങ് അഡാപ്റ്റർ യൂസ് ചെയ്താൽ മതി എന്നാണ് ബ്രാൻഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചാർജിങ് കേബിള്. ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം നമ്മൾ നോർമൽ ഒരു സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ബാൻഡിൽ കണ്ടുവരുന്നതിലും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു കേബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു മാഗ്നറ്റിക് ചാർജിങ് കേബിളാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഇതിനൊരു പ്ലേസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേബിൾ തന്നെയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡ് എന്ന് പറയുമ്പോൾ നമുക്കിതൊരു നോയ്സിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തുള്ള ഒരു ജസ്റ്റ് കാർഡ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് അവിടെ രജിസ്റ്റർ ആകും, അതുപോലെ തന്നെ നമുക്ക് വാറണ്ടി ഇഷ്യൂ ആവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോക്സിൽ വന്നിട്ടുള്ളത്. നമുക്ക് ബോക്സൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഡിവൈസിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. വളരെയധികം ക്ലീൻ ആയിട്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പിന് ആദ്യം റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് നോർമൽ ഒരു സ്മാർട്ട് വാച്ചിൽ ഉണ്ടാകുന്നതിലും വളരെയധികം ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ്. നമുക്കിതിൽ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. വളരെയധികം ഈസി ആയിട്ടാണ് ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി സ്ട്രാപ്പ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ക്യാപ്സ്യൂള്. ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാപ്സ്യൂളിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ട് നമ്മൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫംഗ്ഷൻ ബട്ടൺ ഇതാണെന്നൊക്കെ ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. പോയി കറക്റ്റ് നമ്മളെ സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഐ വാച്ചിൻ്റെ അതേ ലുക്കിലാണ് ഈ ഡിവൈസ് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഹാർട്ട് റേറ്റ് സെൻസർ അതുപോലെ തന്നെ ചാർജിങ് പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇതിൻ്റെ ചാർജിങ് കേബിള്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ചാർജിങ് കേബിള് അഡാപ്റ്റർ വെച്ചിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം ജസ്റ്റ് ഇതിൻ്റെ അടുത്ത് കൊടുന്നാൽ തന്നെ നമുക്കത് നേരെ അതിന് കണക്ട് ആവുകയും ചെയ്യും, അതുപോലെ തന്നെ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് സ്വിച്ച് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ടൊന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡിവൈസിൻ്റെ ഒരു ഡ്രോബാക്ക് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സൺലൈറ്റിൽ ഈ ഒരു ഡിവൈസിൻ്റെ റീഡബിലിറ്റി കുറച്ച് കുറവാണ്. അതായത് നമുക്കിപ്പോൾ ഔട്ട്ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രൈറ്റ്നസ് കുറച്ച് കുറവായിട്ടാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റുന്നത്. ഇത് തന്നെ അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സും ഫംഗ്ഷൻസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ സ്മാർട്ട് വാച്ചിലുള്ളതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിലും വന്നിട്ടുണ്ട്. സ്പോർട്സ് മോഡ്, അതുപോലെ തന്നെ അലാറം സെറ്റ് ചെയ്യാൻ, അതുകൂടാതെ നമുക്ക് ബ്രീത്ത്, ഹെർട്ട് റേറ്റ്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച്, പിന്നെ അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഡെയിലി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഡിവൈസ് തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ബാക്കിൽ നമുക്ക് ഹെർട്ട് റേറ്റ് സെൻസർ, അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒറ്റടി കണ്ടാൽ ഐ വാച്ചിൻ്റെ ആ ഒരു ലെവലിലുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. വളരെയധികം മിനിമലും സ്റ്റഡി ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഡിവൈസിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്മാർട്ട് വാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അതുപോലെ തന്നെ യൂസ്ഡ് റിവ്യൂ ഒക്കെ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്നായിരിക്കും. ടിൽ ദെൻ ദിസ് ഈസ് സൈബർ കിഡ് സൈനിങ് ഔട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.